السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد عظم في علم الله صلاة دائمة بدوام ملك الله. ഏറ്റവും സ്നേഹം ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നാം എപ്പോഴും ജീവിതത്തിൽ ഓരോ ആളുകളും യാത്ര ചെയ്യാത്തവർ വളരെ കുറവാണ്. എല്ലാവരും എപ്പോഴും യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നവരാണ്. യാത്ര എന്ന് പറഞ്ഞാൽ ദൂരത്തേക്ക് പോകണമെന്നില്ല, ഏതൊരു വാഹനത്തിൽ കയറിയിട്ടല്ലാതെ ഇപ്പോൾ യാത്ര ചെയ്യാത്തവർ വളരെ കുറവാണ്. പഴയ കാലത്തൊക്കെ നടന്നിട്ടാണ് 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഒക്കെ ആളുകൾ പോയിരുന്നതായി നമുക്കറിയാം. 5 കിലോമീറ്റർ നടന്നവരുണ്ട്, 10 കിലോമീറ്റർ നടന്നവരുണ്ട്. അങ്ങനെ ആദ്യ കാലത്തൊക്കെ നടന്നുകൊണ്ടാണ് പോയിരുന്നത്. അന്ന് ഒട്ടകത്തിൻ്റെ മുകളിലും പശുവിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് കുതിരൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് പോകുന്ന കാലഘട്ടമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എല്ലാ വീടുകളും മുമ്പിലും എന്തുണ്ട്? വാഹനങ്ങളുണ്ട്. അത് ടൂ വീലറായാലും വിരോധമില്ല, കാറായാലും വിരോധമില്ല, ഏതാവട്ടെ വാഹനങ്ങളുണ്ട്. സൈക്കിളായാലും അതൊക്കെ വാഹനത്തിൽപ്പെട്ട തന്നെയാണ്. കാരണം വാഹനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊന്നിൻ്റെ മുകളിൽ കയറിയിട്ട് പോകുന്നതാണോ അതാണല്ലോ വാഹനം എന്ന് പറയുക, വണ്ടി എന്ന് പറയുക. നമ്മളെ കാലുകൊണ്ട് നടന്നു പോകുന്നതിന് പകരം നമ്മൾ ഏത് ഇതിൻ്റെ മുകളിൽ കയറിയിട്ടാണോ പോകുന്നത് അത് വാഹനമായിട്ട് തന്നെയാണ് പറയല്. അപ്പം ഇന്ന് വാഹനത്തിലൂടെ സഞ്ചരിക്കാത്ത ആളുകൾ വളരെ കുറവാണ്. എല്ലാവരും പോകുന്നു. ഈ പറയപ്പെട്ട നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു ആദരവ്, ആ യാത്രയ്ക്കുണ്ടാകുന്ന മര്യാദകൾ, അദബുകൾ പഠിച്ചിരിക്കണം. യാത്ര എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ ഇപ്പം അങ്ങോട്ട് പോയിട്ടില്ല, മടിക്കേരി വരെ പോകാണ്ട്, മൈസൂർ പോകാണ്ട്, പെട്ടെന്ന് കയറുന്ന തന്നെ ഞാൻ പോയിട്ട് വരുന്നേ. ഇത് ഒന്നും ചെലവ് പിടിക്കൊന്നുമില്ല, ഞാൻ പോയിരുന്നേ, ഓക്കെ ബായ്, ഇങ്ങനെ പറഞ്ഞിട്ടാണ് അധികം പേരും പോകുന്നത് കാണുന്നത്. അത് മുസ്ലിങ്ങളിലും അങ്ങനെ തന്നെ കാണുന്നുണ്ട്. ഹൈന്ദവർക്ക് നമുക്ക് ആ വിഷയത്തിൽ ചർച്ചമേ ഇല്ല. കാരണം അവർക്ക് അറിയാത്തത് കൊണ്ടാണ്. അവർക്ക് എന്താ ചെല്ലേണ്ടതെന്ന് അവർക്കറിയില്ല. അവരെന്തൊക്കെയോ അവർ പൂജ ചെയ്യുന്നുണ്ട്, അത് അവരുടേതായ ആരാധന അവർ നടത്തുന്നത് കാണുന്നുണ്ട്. അത് ബസ്സിലൊക്കെ പോകുമ്പോൾ കാണുന്നില്ലേ? ബസ്സിലൊക്കെ നിൽക്കുന്ന ആദ്യം ഡ്രൈവർ ഓട്ടുമ്പോൾ ഒരു പൂമാലൊക്കെ ഇട്ട്, അതുപോലെ തന്നെ എന്തിനെങ്കിലും പ്രതിമ ഉണ്ടാവും ബസ്സിൻ്റെ ഉള്ളിൽ, അതിനൊരു പൂമാലൊക്കെ ധരിച്ച്, എന്നിട്ട് ഒരു ഊതത്തിയൊക്കെ കത്തിച്ച് ഇങ്ങനെയെല്ലാം ആക്കിയിട്ട് പോകുന്നതാണ്. അത് അവരുടെ ആചാര നിലക്ക് ആ ബഹുമാനം പ്രകടിപ്പിച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസമോ ഒരു അപകടം ഉണ്ടാകരുത് എന്നവരെ മനസ്സിൽ കരുതിയിട്ട് ഇതൊക്കെ ചെയ്യാണ്, അവർ ചെയ്യാണ്. നമ്മളങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു വാഹനത്ത് കയറുമ്പോൾ മാല ഇടുന്നുണ്ടോ, മാല ഇട്ടിട്ടോ അല്ലെങ്കിൽ ആ ഫോട്ടോത്തിന് ഇങ്ങനെ ആക്കിയിട്ടോ അല്ലെങ്കിൽ ഊതത്തെ കത്തിച്ചോ ഇങ്ങനൊന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ. നമ്മളോടങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടുമില്ല. നമ്മളോട് പറഞ്ഞെന്താണ്? മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ അവിടുന്ന് പഠിപ്പിക്കുന്നത്. അപ്പോൾ വാഹനത്തിലൂടെ പോകുമ്പോൾ നമ്മളെങ്ങനെ പോകണം? ചില മുസ്ലിങ്ങളായ ആളുകളുണ്ടാകും, ബസ്സിലൊക്കെ ഡ്രൈവർമാർ ഒരു മുസ്ലിങ്ങളും ഉണ്ടല്ലോ. അവരൊക്കെ പോകുമ്പോൾ അങ്ങനെ അവർ ചെയ്യുന്നുണ്ട്, ഇവർ ചെയ്യുന്നില്ലെങ്കിൽ ഇവർ എന്ത് ചെല്ലാം? അവർ ബിസ്മിയും തക്ബീറും ദിക്റും അതൊക്കെ ചെല്ലിയിട്ടാണ്, ബിസ്മിയൊക്കെ കൂട്ടിയിട്ടാണ് വണ്ടി ഓട്ടേണ്ടത്, കയറി ഇരുന്നാൽ ചെല്ലേണ്ടത്. അതൊന്നും ചെല്ലാണ്ട് ഇതിൽ തന്നെ ആകാൻ പാടില്ല. അത് നമുക്ക് പറ്റില്ലല്ലോ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞല്ലേ, ഖാലല്ലാഹു തആല, അല്ലാഹു പറയുന്നു, വജഅലക്കും മിനൽ ഫുൽഖി വൽ അൻആമി മാ തർകബൂൻ لتستووا على ظهوره ثم تذكروا نعمة ربكم استويتم عليه وتقولوا سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. ഇതൊരു ദിക്റാണ്. അല്ലാഹു തആല പറയാണ്, നിങ്ങൾക്ക് ആക്കി തന്നിട്ടില്ലേ, നിങ്ങൾക്ക് കപ്പലുകളും അതുപോലെ കാലുകളും മൃഗങ്ങളും ഒക്കെ നിങ്ങൾക്ക് എന്താക്കിയിട്ടുണ്ട്, പൈകളൊക്കെ, അതുപോലെ തന്നെ മൃഗങ്ങൾ, നിങ്ങൾ കൊട്ടക ഇതൊക്കെ ഉണ്ടല്ലോ, അതാണോ ഞാൻ ആടുമാടുകളൊക്കെ നിങ്ങൾക്ക് എന്താക്കുന്നുണ്ട്, നിങ്ങൾക്ക് പോകാനുള്ള വാഹനമാക്കി തന്നു. അതിന് മുകളിൽ കയറിയിട്ട് പോകുന്ന വാഹനങ്ങളുണ്ടല്ലോ. അങ്ങനെ ഒട്ടകത്തിൻ്റെയും അതുപോലെ തന്നെ കപ്പലൊക്കെ പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെല്ലണം? നിങ്ങളത് നല്ലക്ക് റെഡിയായിരുന്നതിന് ശേഷം സുമ്മത്തദ്കുറൂ നിഅമത റബ്ബിക്കും, നിങ്ങൾ റബ്ബിൻ്റെ അനുഗ്രഹങ്ങളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ഓർക്കണം, പറയണം. വതഖൂലു, നിങ്ങൾ അത് കയറി റെഡിയായിരുന്നതിന് ശേഷം, അത് കപ്പലാവട്ടെ അല്ലെങ്കിൽ മൃഗത്തിൻ്റെ മുകളിലാവട്ടെ, ഏതൊന്നിൻ്റെ മുകളിൽ കയറിയിട്ട് പോകുമ്പോഴും അവർ പറയണം. എന്തു പറയണം? സുബ്ഹാനല്ലദീ സഖറ ലനാ
ഹാദാ വമാ കുന്നാ ലഹു മുക്രിനീൻ. ഇത് ദിക്റാണ്. അള്ളാഹു ആയത്തോടെ പറഞ്ഞതാണ്. അത് ദിക്റായിട്ടാണ് പ്രയോഗിക്കേണ്ടത്. അത് പറയണമെന്ന് അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞതല്ലേ. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുക്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ മുൻകലിബൂൻ. ഖുർആനാണ്. അതിവിടെ ദിക്റായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ്. അത് പറയണം. അള്ളാഹുവിനെ ഞാൻ പരിശുദ്ധനാക്കുന്നു. വമാ കുന്നാ ലഹു മുക്രിനീൻ. ഞങ്ങൾക്ക് അതിലൂടെ പോകാൻ അതിന് കീഴ്പ്പെടുത്താൻ അമ്മക്ക് കഴിയില്ലല്ലോ. ആ കീഴ്പ്പെടുത്തി തന്ന അള്ളാഹുവേ നീ എന്തൊരു പരിശുദ്ധനാണ്. വഇന്നാ ഇലാ റബ്ബിനാ. ഞങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് തന്നെയാണ് മുൻകലിബൂൻ. മടങ്ങി പോകേണ്ടവരും അള്ളാഹുവിലേക്കാണ്. നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങി പോകേണ്ടവരാണ്. അപ്പോൾ ഈ റെഡിയായി സൈക്കിളിൻ്റെ മുകളിലാവട്ടെ, ടൂറിലാവട്ടെ, കാറിലാവട്ടെ പോയി ഇരുന്നപ്പോൾ ഇത് ചെല്ലണം. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുക്രിനീൻ. അതിൻ്റെതാ സ്റ്റിക്കറൊക്കെ ചില കാറിലൊക്കെ വെക്കുന്നുണ്ട്. സ്റ്റിക്കർ അവിടെ വെച്ചിട്ട് വർക്കത്തിട്ടാണെന്ന് നോക്കല്ല. സ്റ്റിക്കർ വെക്കുന്ന എന്തിനാണ്? നമ്മൾ ആ കാറിൽ കയറുമ്പോൾ അത് നോക്കിയിട്ട് ചെല്ലാനുള്ള ഒരു ഓർമ്മ ഉണ്ടാക്കാനാണ് ചില സ്റ്റിക്കർ വെക്കുന്നത്. അല്ലാണ്ട് വേറെ സ്റ്റിക്കർ ആവശ്യത്തിനല്ലല്ലോ. നമ്മളൊരു സ്റ്റിക്കർ വെക്കുന്നത് സുബ്ഹാനല്ലദീ ദിക്ർ വാഹനത്തിൽ പോകുമ്പോൾ ചെല്ലേണ്ട ദിക്ർ അവിടെ എഴുതി വെക്കുന്നുണ്ട്. അതിനാ കയറിയിരിക്കുമ്പോൾ നമുക്കത് ഓർമ്മിക്കാൻ വേണ്ടി അറിയാത്ത ആളുടെ അത് നോക്കിയിട്ട് സുബ്ഹാനല്ലദീ അത് നോക്കിയിട്ട് പറഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ്. വിരോധമില്ലല്ലോ അങ്ങനെ പറഞ്ഞുകൊണ്ട്. അപ്പം അങ്ങനെ ഇതിനു വേണ്ടിയാണ് സ്റ്റിക്കർ വെക്കുന്നത്. ഇരിക്കട്ടെ. അപ്പം അതിന് പോകുമ്പോൾ ചെല്ലേണ്ടതാണിത്. അത് മറന്നു പോകരുത്. ഈ ദിക്ർ എപ്പോഴും ചെല്ലണം. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തവാ ബഅരിൻ. റസൂൽ ഒരു ഒട്ടകത്തിന്റെ മുകളിൽ കയറിയാൽ സഫരിക ഫകബ്ബറ. റസൂൽ ഒട്ടകത്തിന്റെ മുകളിൽ കയറി റെഡിയായി കഴിഞ്ഞാൽ സുമ്മ കബ്ബറ. പിന്നെ റസൂൽ അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് പറഞ്ഞ് കയറും. അതിനുശേഷം സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ മാ കുന്നാ ലഹു മുക്രിനീൻ എന്ന് പറയും. എന്നിട്ട് അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദൽ ബിർരി വത്തഖ്വാ വമിനൽ അമലി മാ ഇർതളാ അല്ലാഹുമ്മ അവ്വിൻ അലൈനാ സഫറനാ ഹാദാ വതവ്വിൻ അന്നാ ബഅദഹു എന്ന് പറഞ്ഞ ചരിത്രമാണ്. ഹദീസ് ഒരുപാട് അല്ലാഹുവിന് പറഞ്ഞ ഹദീസ് ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഒരുപാട് ഹദീസുകൾ ഉണ്ട് ഇവിടെ. ഇരിക്കട്ടെ. ആകയാൽ നാം വാഹനത്തിൻ്റെ മുകളിൽ കയറുമ്പോൾ ചെല്ലേണ്ട ദിക്റുകൾ ചെല്ലിട്ട് എന്താക്കുക? ബിസ്മി കൂട്ടുക, സുബ്ഹാനല്ലാഹ് പറയുക, അൽഹംദുലില്ലാഹ് പറയുക, അള്ളാഹു. ഇതൊക്കെ 3 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് കയറി എന്ന് ചെല്ലിട്ട് പിന്നെ എന്താക്കുക? വണ്ടി വല്ല ഓട്ടാം. അപ്പം അള്ളാഹുവിൻ്റെ സഹായവും അവിടെ പ്രയാസങ്ങളില്ല. അവിടെ അപകടങ്ങൾ വരുന്നത് അള്ളാഹു തടിയും. അങ്ങനെ എല്ലാത്തിനും ആ ദിക്ർ ചൊല്ലുമ്പോൾ അള്ളാഹു തആല കീഴ്പ്പെടുത്തി തന്ന വണ്ടിയിലൂടെയാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കി പോകുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായവും അവിടെ അപകടങ്ങളൊക്കെ അള്ളാഹു തആല മാറ്റി തീർക്കാൻ കഴിയും. ഇതൊക്കെ ചെല്ലണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച റസൂൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. കയറിയിരുന്ന് കഴിഞ്ഞാൽ അതാണ് ഖാജൻ ഇലാ സഫറിൻ ഫകബ്ബറ സലാസൻ. തക്ബീർ ചൊല്ലും 3 പ്രാവശ്യം സലാസൻ. സുമ്മ ഖാല സുബ്ഹാന. ഇത് പറയും. ഇത് പറയണം. ഒരിക്കലും നമ്മൾ ഇവിടെ നിന്ന് നമ്മളിപ്പോൾ കുപ്പട്ടിയാണ്, കുപ്പട്ടിയിൽ നിന്ന് കല്ലേരി പോകുകയാണെങ്കിലും ഉപ്പനങ്ങാടി പോകുകയാണെങ്കിലും കയറി ഇരുന്ന ഉടനെ ചെല്ലന്നെ, വേറെ നോക്കയില്ല. കാരണം ഖുർആനിലെ ആയത്താണെങ്കിലും ഇവിടെ ദിക്റായിട്ടാണ് ഉപയോഗിക്കേണ്ടത്. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുക്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻകലിബൂൻ. ഇത് പറയേ പറ്റും. അത് പറഞ്ഞുകൊണ്ട് പോകണം. അള്ളാഹു തആല ആണല്ലോ നമ്മളെ കാക്കുന്നത്. അപ്പോൾ അത് പറയാൻ എന്തുകൊണ്ട് മടി വരുന്നു? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മിനികളെ, ഏറ്റവും കുറേ സമയം പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമ്പോൾ ഇതൊക്കെ ചൊല്ലി അതിൽ ഇരുന്നതിന് ശേഷം ക്ലിയർ ആവാൻ ഇതൊക്കെ ചൊല്ലിയിട്ട് അല്ലാഹുമ്മ ഫിൻ അലീന അല്ലാഹുമ്മ നസ്അലുക ഫീ സഫർ. എന്താണ് നമ്മളെ യാത്രയിൽ അല്ലാഹുവേ നമുക്ക് റഹ്മത്തും ബറക്കത്തും തഖ്വയും അതുപോലെ നമ്മൾ അല്ലാഹു നമ്മൾ തൃപ്തിപ്പെടുന്ന നല്ല പ്രവർത്തനങ്ങളുമായി ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്യാറുള്ളത്. അതുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഇതൊക്കെ ചൊല്ലിക്കൊണ്ട് പോകണം. ഇപ്പോൾ ഒരുപാട് അപകടങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപകടത്തിന് കണക്കില്ലാത്ത അപകടങ്ങളാണ്. എന്തുകൊണ്ട് ഇതൊക്കെ ചെല്ലൂല, സ്പീഡ് പോകുകയാണ്. അള്ളാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതൊക്കെ എല്ലാവരും എത്തിക്കണം, നിങ്ങളെല്ലാവരും നോക്കണം. അതുകൊണ്ട് ചില സമയത്ത് യൂട്യൂബിലൂടെ കുറേ സമയം പോകുന്നുണ്ട്. അതൊന്ന് പറയുമ്പോൾ നീണ്ടു പോകുന്നതാണ്. അള്ളാഹു തആല നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.